നാരികൾ വിപത്തിന്റെ നാരായ വേരുകൾ. നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് ചെങ്ങമ്പുഴ സ്ത്രീകളെ വർണ്ണിച്ചത് ഈ സമകാലിക സമൂഹത്തിൽ എത്ര അർത്ഥവത്താണ്. സൈനൈഡ് ജോളി മുതൽ കഷായം ഗ്രീഷ്മ തൊട്ട് യൂട്യൂബർ അനുപമ വരെ ഈ വരികൾക്ക് മേന്മ പകരുകയല്ലേ. അടുക്കളയിലെ വെറുമൊരു ഉപകരണമെന്നും പുരുഷന്റെ അടിമയെന്നും ഒരു കാലത്ത് എല്ലാവരും നോക്കിക്കണ്ട സ്ത്രീ സമുദായമല്ലേ ഇവരെല്ലാം. അടിച്ചമർത്തലുകളും പരിഹാസവും മാത്രമാണ് സ്ത്രീകൾക്ക് മുതൽക്കൂട്ടെന്നും സുരക്ഷയില്ലാതെ പിച്ചു ചീന്തപ്പെടുന്ന ഉടലുകൾ മാത്രമായി സ്ത്രീ അവശേഷിക്കുന്നുവെന്നും തുടങ്ങി സ്ത്രീ ഒരു വിപ്ലവത്തിന്റെ വിഷയമായി നിലകൊണ്ടിട്ടുണ്ട്. ഇതിനെയെല്ലാം തുടർന്നാണല്ലോ സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ സുരക്ഷയും അവസരങ്ങളും ഉറപ്പാക്കിയത്. പുരുഷനൊപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കാനും നിയമങ്ങളിൽ സ്ത്രീ എന്ന മുൻഗണനയും ഇവർ ആർജിച്ചത്. കണ്ണീരിന്റെ ശേഖരപാത്രങ്ങളായി മാറിയ സ്ത്രീകൾ ഇന്ന് പലയിടങ്ങളിലും തന്റേടികളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കായി ശക്തിപ്പെടുത്തിയ നിയമങ്ങൾ അവർ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പിണറായിയിൽ സൗമ്യ തന്റെ സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്തു കൊന്നത്. ഒട്ടും പിൻവാങ്ങാതെ സ്കൂടത്തായിൽ സൈനൈഡ് കൊടുത്തു കൊലപാതകം നടത്തിയ ജോളിയും കൂടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അമ്മയുടെ മറ്റൊരു മുഖം ശരണ്യ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പാറക്കല്ലിൽ തലക്കടിച്ചു കൊലപ്പെടുത്തി. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന രീതിയിൽ കൊലപാതകത്തിലെ മാനസിക ഉല്ലാസത്തിന്റെ സൈക്കോഭാവമായ ലൈല. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഇരകളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കമ്പി കുത്തിയിറക്കി അവരുടെ മാംസം പാകം ചെയ്തു ഭക്ഷിച്ച താടക. മനോഹരമായ പ്രണയവികാരത്തിന്റെ ശലഭമായ ഗ്രീഷ്മ. പാറശാല സ്വദേശി ഷാരോൺ എന്ന കാമുകന് കഷായത്തിലും ജ്യൂസിലും വിഷം കലക്കി നൽകി കൊന്നമിടുക്കി. മൊബൈലിൽ കീടനാശിനികൾ മനുഷ്യ ശരീരത്തിൽ വരുത്തുന്ന ദോഷങ്ങളും മറ്റും വ്യക്തമായി തിരഞ്ഞു കണ്ടുപിടിച്ചാണ് കൊലപാതകം നടത്തിയത്. അത് പോലീസ് കണ്ടുപിടിക്കുന്നതുവരെയും ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് ഭാവത്തിൽ പിടിച്ചു നിന്നു. പണം കണ്ടെത്താൻ പുതിയ മാർഗവുമായി രംഗത്തെത്തിയ കുടുംബത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിലെ പ്രധാന പങ്കാളിയായ യുവത്വം തുളുമ്പുന്ന യൂട്യൂബർ അനുപമ എന്നു തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സ്ത്രീ കുറ്റവാളികൾ. മൃദുലമായ പൂ പോലെ മനസ്സിനുടമകൾ എന്ന് കവികൾ വിശേഷിപ്പിക്കുന്ന സ്ത്രീ മനസ്സുകൾക്ക് എങ്ങനെ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് മുതിരാൻ കഴിയും? സ്ത്രീയുടെ മുന്നേറ്റത്തിന് നിയമം നൽകിയ ഉറപ്പ് ദുരുപയോഗത്തിന് മാത്രം മാറുകയാണ്. മാറുന്ന ലോകവും മാറുന്ന മനുഷ്യരും ഒപ്പം മാറുന്ന സ്ത്രീ മനസ്സുകളും. ഝാൻസി റാണിയും ഉണ്ണിയാർച്ചയും ഒന്നുമല്ല താടകയുടെയും ഭൂതനയുടെയും പ്രതിച്ഛായങ്ങൾ. അല്ലാതെന്തു പറയാൻ.